ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗഡിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഗുജറാത്തിലെ പോർബന്തറിലുണ്ടായ ഹെലികോപ്റ്റർ അപകടം. മലയാളി അടക്കം 2 പേർ മരിച്ചു. ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പോർബന്തറിന് സമീപം നിയന്ത്രണം വിട്ട് ഹെലികോപ്റ്റർ അറബിക്കടലിലേക്ക് പതിക്കുകയായിരുന്നു. മലയാളിയായ ബിപിൻ ബാബു, 39 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹമായിരുന്നു മെയിൻ പൈലറ്റ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹ പൈലറ്റും മരിച്ചു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരാൾ, 3ാമത്തെ ആളിന് അദ്ദേഹത്തെ കാണാതിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര കണിയൂർ പാറക്കടവ് നന്ദനം വീട്ടിൽ ബിപിൻ ബാബുവാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അതായത് പോർബന്തറിലെ ടാങ്കറിൽ കുടുങ്ങിക്കിടന്ന ഒരാളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവർ തിങ്കളാഴ്ച രാത്രിയോടുകൂടി, അതായത് സെപ്റ്റംബർ 2 തിങ്കളാഴ്ച രാത്രിയോടുകൂടി ഹെലികോപ്റ്റർ അവിടെ വരികയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ദൗത്യം ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതും ഈ ദാരുണ സംഭവം നടന്നതും. കഴിഞ്ഞ ആഴ്ച ഗുജറാത്തിലുണ്ടായ ഫ്ലഡ്, വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഏകദേശം 67 പേരെയാണ് ഇവർ രക്ഷപ്പെടുത്തിയത്. ബിപിൻ ബാബു കൂട്ടരും ചേർന്ന് ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തിയത് 67 പേരെയാണ്. ഇതിനു മുമ്പ് 2023 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഈ ഹെലികോപ്റ്റർ പറന്നുയർന്നപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടത് ബിപിൻ ബാബുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അപ്പം തന്നെ ഹെലികോപ്റ്റർ ഇടിച്ച് നിലത്തിറക്കുകയും അങ്ങനെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന എല്ലാവരെയും ഇദ്ദേഹം രക്ഷപ്പെടുത്തിയതാണ് 2023 മാർച്ചിന്. അങ്ങനെ ഒരു മനസാന്നിധ്യവും ഒരു ദൃഢനിശ്ചയവും ഒക്കെയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹമാണ് പിന്നീട് ഇപ്പോൾ ഈ ദാരുണ സംഭവത്തിൽ മരണമടഞ്ഞിരിക്കുന്നത്. ആലപ്പുഴക്കാരനായ ബിപിൻ ബാബു, 39 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇത് സഹിക്കുവാനുള്ള മനഃശക്തി എല്ലാം ദൈവം കൊടുക്കട്ടെ. പോർബന്തറിന് സമീപമാണ് ഈ അപകടം നടന്നത് തന്നെ. അതായത് ടാങ്കറിൽ കുടുങ്ങിക്കിടന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇവർ തിങ്കളാഴ്ച രാത്രിയോടുകൂടി ഇവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. അതിനുശേഷം നിയന്ത്രണം വിട്ട് ഇത് അറബിക്കടലിലേക്ക് പതിക്കുകയായിരുന്നു. പോർബന്തറിനെ കുറിച്ച് നോക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം, അതോടൊപ്പം കൃഷ്ണൻ്റെ സുഹൃത്ത് സുദാമയുടെ ജന്മസ്ഥലം, എന്നിങ്ങനെ ഫേമസ് ആയൊരു സ്ഥലമാണ് ഗുജറാത്തിലെ പോർബന്തർ എന്നത്. പോർബന്തർ ജില്ലയുടെ ആസ്ഥാനവും നഗരവുമാണ് പോർബന്തർ എന്നത്. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 34.82 കിലോമീറ്റർ സ്ക്വയറും ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1,52,760 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് തന്നെ, അതായത് BC കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ആൾത്താമസമുള്ളതായിട്ടോ അല്ലെങ്കിൽ മനുഷ്യവാസമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 1600-1400 വർഷങ്ങളിൽ BCയിൽ ഇവിടെ ഇതുണ്ടായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തെളിവുകളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം 1800-കളായപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ കൈകളിലായി 1807. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1948 യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് കത്തിയവാറുമായിട്ട് ലയിക്കുകയാണ്. പിന്നീട് 1960 ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഗുജറാത്തിനോട് ചേർന്നു. 1960 മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമാണ് പോർബന്തർ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.